കാക്കനാട് കളക്ട്രേറ്റിന് സമീപത്തുള്ള സുരഭി നഗറിൽ വഴിയോര കച്ചവടക്കാർ റോഡ് കയ്യേറുന്നു. എൻ്റെ പേര് രതീഷ് എന്നാണ്. സുരഭി നഗർ അസോസിയേഷൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയാണ് ഞാൻ. ഇപ്പോൾ ഇവിടെ അനധികൃതമായിട്ടൊരു ബിൽഡിംഗ് പണിതുകൊണ്ടിരിക്കുകയാണ്. ഒരു പെട്ടിക്കട വെച്ച് കെട്ടി ഇവിടെ ഭയങ്കര നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് ഇതുപോലെ തന്നെ ഇവിടെ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ മുനിസിപ്പാലിറ്റി കംപ്ലയിൻറ്റ് ചെയ്ത് പൂർണ്ണമായിട്ടും പൊളിച്ചു നീക്കി. അത് കഴിഞ്ഞ് വീണ്ടും രണ്ടാമതും ഇതുപോലെ തന്നെ ഇവിടെ പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ്. ഞങ്ങളിവിടെ 191 കുടുംബങ്ങളുണ്ട്. അപ്പം ഞങ്ങൾക്ക് വഴി നടക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യം വരും ഇവിടെ ഒരു സ്ഥാപനം തുറന്നു കഴിഞ്ഞാൽ. ഇവിടെ ഇപ്പോൾ കുറഞ്ഞ 2 ദിവസമായിട്ട് ഇവിടെ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. അതിൻ്റെ ഇത് കാണാം. ഇവിടെ ഒരു വെൽഡിങ് കാര്യങ്ങളൊക്കെയാണ്. അത് മെയിൻ റോഡാണ്. ഇതാണ് ഞങ്ങളുടെ വഴി. ഈ വഴി പോകുമ്പോഴത്തേക്കും ഇവിടെ രാത്രി ആയിക്കഴിഞ്ഞാൽ പണ്ടൊരു കടയുണ്ടായിരുന്നപ്പോൾ രാത്രി ഭയങ്കര കൂട്ടമായിരുന്നു ഇവിടെ. അപ്പോൾ നമുക്കൊരു കാറായിട്ടോ നടന്നു പോകാനോ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഇത് പൊളിച്ച് മാറ്റാനുള്ള അപേക്ഷ ഞങ്ങൾ കൊടുക്കാതിരിക്കുകയാണ്. വീണ്ടും മുനിസിപ്പാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ വാർഡ് കൗൺസിലറുമായിട്ട് സംസാരിച്ചായിരുന്നു. ഇത് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പൊളിച്ചു നീക്കാനുള്ള തീരുമാനം ഉടനടി നിയമപാലകർ കൈക്കൊള്ളണമെന്നാണ് ഞങ്ങളൊരു അഭിപ്രായം. ഇവിടെ പൊളിച്ചു നീക്കിയ ഒരു പെട്ടിക്കടയായിരുന്നു. അതിപ്പോൾ വീണ്ടും ഇത് അതിശക്തമായിട്ട് വെൽഡ് ചെയ്ത് നല്ല പെർമനൻ്റ് ആയിട്ട് വരികയാണ്. അധികൃതരുടെ കണ്ണ് വെട്ടിക്കാൻ വേണ്ടിയിട്ട് 4 വീലാണ് വെച്ചിരിക്കുന്നത്. ആ വീല് പഞ്ചറാണ്. അത് ഒരു ഉപയോഗമില്ലാതെ വെച്ചിരിക്കുന്ന ഒരു വീലാണ്. ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രം വെച്ചിരിക്കുന്ന ഒരു വീലാണ്. ഇങ്ങനത്തെ കടകൾ ഇനിയും വന്നു കഴിഞ്ഞാൽ ഇപ്പം തന്നെ നമുക്ക് ഭയങ്കര ദുരന്തമാണ്. പാർക്കിങ്ങിന് സ്ഥലമില്ല, നടക്കാൻ സ്ഥലമില്ല. ഇത് ഇൻഫോ പാർക്ക് റോഡാണ്, മെയിൻ റോഡാണ്. എപ്പോഴും തിരക്കുള്ളതും ബ്ലോക്ക് ഉള്ള റോഡുകളാണ്. അതിനിടയ്ക്ക് മരങ്ങൾ വീഴുന്ന ദുരന്തം, അങ്ങനെ ഒരുപാട് ദുരന്തങ്ങളുടെ നടുവിലാണ് സുരഭി നിവാസികൾ ജീവിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇനി ഈ ഒരു കടയും കൂടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത ഒരു പ്രശ്നങ്ങളാണ്. രാത്രി 11 മണി വരെ പാട്ടും കൂത്തുമായിട്ട് നടന്ന് നേരത്തെ ചെയ്തുകൊണ്ടിരുന്നതാണ്. അവിടെ കഞ്ചാവ് മാഫിയ മറ്റെല്ലാ മാഫിയകളും കൈയടക്കിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെ ഇനിയും ഇതുപോലെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല. ഞങ്ങളുടെ സുരഭി നിവാസികളുടെ 32ാമത്തെ നമ്പർ വീടാണത്. ആ വീടിൻ്റെ മുമ്പിലാണ് ഇത് കാണുന്നത്. അവിടെ ഫാമിലി ആയിട്ട് താമസിക്കുന്നതാണ്. ഒരു സ്ത്രീ മാത്രം താമസിക്കുന്ന വീടുകളാണ് അതിൻ്റെ തൊട്ടപ്പുറമുള്ളത്. ഇവർക്കെല്ലാം വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു രീതിയിലാണ് ഇത് നിർമ്മിക്കുന്നത്. ഇതിപ്പോൾ ഈ ഒരു കട കണ്ടുകൊണ്ട് ഇനി അടുത്തും ഇതുപോലത്തെ കടകൾ ഇനി ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തടയാൻ പറ്റില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കടകൾ പൊളിച്ചു മാറ്റണം എന്നാണ് ഞങ്ങളുടെ അസോസിയേഷൻ്റെ ഒരു റിക്വസ്റ്റ്. ഞങ്ങൾ ഇതിനു വേണ്ടി ശക്തമായി എതിർക്കുകയും നാളെ മുനിസിപ്പാലിറ്റിയിൽ കംപ്ലയിൻറ്റുമായിട്ട് ചെല്ലാനും ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്.